വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് സമ്പന്നമായ ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരങ്ങളിലൊന്നാണ് പറകൊട്ടിപ്പാട്ട്. തീർത്ഥാടനകാലം തുടങ്ങിക്കഴിഞ്ഞാൽ നിരവധി പേരാണ് ദിവസവും പറകൊട്ടിപ്പാട്ട് വഴിപാടിനായി മാളികപ്പുറത്തെത്തുന്നത്. ശനിദോഷം മാറാനായി അയ്യപ്പന് നീലാഞ്ജനവും നീലപ്പെട്ടും വഴിപാടായി സമർപ്പിക്കുന്നതിന് പുറമെയാണ് മാളികപ്പുറത്ത് പ്രത്യേകമായി പറകൊട്ടിപ്പാട്ട് നടത്തുന്നത്. മാളികപ്പുറത്തമ്മയുടെ സന്നിധിയിൽ ഈ വഴിപാട് നടത്തിയാൽ ശനിദോഷം മാറുമെന്നാണ് വിശ്വാസം. തുകൽവാദ്യത്തിന്റെ അകമ്പടിയോടെ കേശാദിവാദം പാടി അയ്യപ്പനെ പാടിപ്പുകഴ്ത്തുന്നതാണ് പറകൊട്ടിപ്പാട്ടിന്റെ പ്രധാന ചടങ്ങ്. ഇത്തരത്തിൽ പറകൊട്ടിപ്പാട്ട് വഴിപാടായി നടത്തിയ പലർക്കും ശനിദോഷ ഫലങ്ങൾ മാറിയതായി തീർത്ഥാടകർ തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ടെന്ന് മാളികപ്പുറത്ത് വഴിപാട് നടത്തുന്ന വിജയൻ പറഞ്ഞു. വിവാഹ സംബന്ധമുള്ള കാര്യങ്ങൾ, ജോലി സംബന്ധമുള്ള കാര്യങ്ങൾ, അതിൽ നിന്നുള്ള തടസ്സങ്ങൾ, ഈ തടസ്സങ്ങളെല്ലാം മാറി ഞങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് 1000 പേരുടെ അനുഭവങ്ങൾ എന്നെ എനിക്ക് സാക്ഷ്യപ്പെടുത്താറുണ്ട്. പാലാഴി മദനം കഴിഞ്ഞപ്പോൾ മോഹിനി രൂപിയായ മഹാവിഷ്ണുവിന് ശനിദോഷമുണ്ടായതായും ഇത് മാറ്റുവാനായി മഹാദേവനും പാർവതിയും മലവേടന്റെയും വേടത്തിയുടെയും രൂപത്തിലെത്തി പറകൊട്ടിപ്പാടി വിഷ്ണുവിന്റെ ശനിദോഷം മാറ്റിയതായും പരമശിവൻ പിന്നീട് ശബരിമലയിൽ പറകൊട്ടിപ്പാടാനുള്ള അവകാശം വേല സമുദായക്കാർക്ക് പകർന്നു നൽകിയെന്നുമാണ് വിശ്വാസം. കലിയുഗവർദ്ധനായ അയ്യപ്പന് മുന്നിൽ പറകൊട്ടിപ്പാടുന്നതിലൂടെ സകല ദോഷങ്ങളും അകലുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. ഈ വിശ്വാസം തന്നെയാണ് ഈ വഴിപാടിന്റെ ആധാരവും. ക്യാമറമാൻ കൃഷ്ണപ്രസാദിനൊപ്പം എസ് ശ്യാംകുമാർ, റിപ്പോർട്ടർ, സന്നിധാനം.